എല്ലാവർക്കും നമസ്കാരം. ഇപ്രകാരം ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുവാനുള്ളൊരു കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങൾക്ക് ഒരു അഭിമുഖം കൊടുക്കുമ്പോൾ കേരളത്തിലടി അറിയപ്പെടുന്ന ഒരു ഹിന്ദു സംഘടനയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചില കാര്യങ്ങൾ അതിനകത്ത് പെന്തിക്കോസ്ത് സമൂഹത്തെക്കുറിച്ച് പറയുവാനിടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം പെന്തിക്കോസ്ത് സമൂഹം നമ്മുടെ നാടിന് നൽകിയിരിക്കുന്ന വിശാലവും വിസ്തൃതവുമായ സംഭാവനകൾ എന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ്. സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അനേക കുടുംബങ്ങൾ ദുഃഖപൂരിതമായിരിക്കുമ്പോൾ അവിടേക്ക് സുവിശേഷത്തിൻ്റെ ശബ്ദമായി, സുവിശേഷത്തിൻ്റെ നാദമായി ഇറങ്ങി വന്ന് ആ കുടുംബങ്ങളെ രക്ഷിച്ച് അവർ കർത്താവിനെ ഇനി ജീവിതകാലം മുഴുവൻ സേവിക്കുവാൻ തീരുമാനിക്കുന്നതിൻ്റെ അനന്തരഫലമായി തങ്ങൾക്ക് അവകാശപ്പെട്ട പിതൃസ്വത്ത് പോലും ലഭിക്കാത്ത എണ്ണമറ്റ ആളുകൾ പെന്തിക്കോസ്ത് വിഭാഗത്തിലുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും പെന്തിക്കോസ്തിൽ പോയത് നിമിത്തം വിവാഹത്തിന് ക്ഷണിക്കാതെ, പെന്തിക്കോസ്തിൽ പോയത് നിമിത്തം തങ്ങളുടെ വീട്ടിൽ നടക്കുന്ന പല മംഗളകർമ്മങ്ങളും പങ്കെടുക്കുവാൻ അനുവാദമില്ലാതെ ഒഴിവാക്കി നിർത്തുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും വളരെ സസന്തോഷമായി ഈ ആത്മീക ജീവിതം മുൻപോട്ട് നയിക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളോ നേട്ടങ്ങളോ ഒന്നുമല്ല. ഇങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പറയുവാൻ കോട്ടയം കേന്ദ്രമാക്കി കോട്ടയത്തുള്ള പെന്തിക്കോസ്ത് സഭകളുടെ ഒരു ഐക്യ കൂട്ടായ്മയായി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന CCI എന്ന സംഘടന, അതിൻ്റെ പ്രസിഡന്റാണ് പാസ്റ്റർ സജി വർഗീസ്, അതിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ മാണി കുര്യാക്കോസ്, അതിന് ട്രഷററായിട്ട് നിസ്തുല്യമായ സേവനമനുഷ്ഠിക്കുന്ന പ്രിയ ജോസഫ് ചാക്കോച്ചായൻ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയുവാനുള്ള വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ ദിവസങ്ങളിൽ വളരെയധികം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ മാധ്യമത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദയവായി അല്പസമയം നമുക്ക് ഒരുമിച്ച് ഇതിൽ പങ്കാളികളാകാം. ആദ്യമായി പാസ്റ്റർ സജി വർഗീസ്, CCI എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ചില വാക്കുകൾ പറയുന്നതായിരിക്കും. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട CCIയുടെ ജനറൽ സെക്രട്ടറി മുഖവരിയായ ചില കാര്യങ്ങൾ ഉറപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പ്രസ്താവനകൾ പെന്തക്കോസ്ത് സമൂഹത്തിന് ആകപ്പാട് വലിയ ദുഃഖവും വേദനയും ഉളവാക്കി. SNDPയിലുള്ളായ അനേക അംഗങ്ങൾ ഞങ്ങളുടെ സ്നേഹിതരാണ്, ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അനേകരുണ്ട്. ഞങ്ങളവരെ സ്നേഹിക്കുകയും ഞങ്ങളവരെ ബഹുമാനിക്കുകയും ഞങ്ങൾ പരസ്പരം ബഹുമാനം കൊടുത്ത് ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ അയൽവാസികളായ അനേക SNDP അംഗങ്ങൾ സ്വന്തം സഹോദരങ്ങളെ പോലെ ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന പെന്തിക്കോസ്ത് സമൂഹത്തെ ആക്ഷേപിച്ച് സംസാരിച്ചത് വളരെ വേദനാജനകം ഉളവാക്കുവാനിടയായിത്തീർന്നു. കേരളത്തിൽ ഏകദേശം 25 ലക്ഷത്തിലധികം പെന്തക്കോസ്തുകാർ കേരളത്തിൽ ഇപ്പോഴുണ്ട്. ഞങ്ങൾ ആർക്കും പണം കൊടുത്ത് കഞ്ഞി കൊടുത്ത് പെന്തക്കോസ്തിൽ കൊണ്ടുവരാറില്ല. കാരണം ഞങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനാ ജീവിതങ്ങളും കണ്ട് ചില പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങളടുത്ത് പ്രാർത്ഥിക്കാൻ വരും. ഞങ്ങൾ അവരോട് നിത്യജീവൻ്റെ നിത്യരക്ഷയെക്കുറിച്ച് അവരോട് പ്രസ്താവിക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അത് ഇന്ന സമുദായമെന്നല്ല, ജാതിയോ മതമോ വർണ്ണമോ ഒന്നും നോക്കിയായിട്ടല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആര് പ്രാർത്ഥിക്കാൻ വന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യഥാർത്ഥമായ ഒരു നിത്യരക്ഷയുണ്ടെന്നും ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നും ഉള്ള കാര്യം വളരെ വ്യക്തമായി പറയാറുണ്ട്. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവ് ലോക ചരിത്രത്തെ രണ്ടായി വിഭജിച്ചവനാണ്. കാരണം ഇന്ന് ലോകത്തിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറ യേശുവിൻ്റെ കല്ലറയാണ്. അവൻ മരിച്ച് അടക്കപ്പെട്ട് ഇന്നും കല്ലറയിൽ ഇരിക്കുന്നവനല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവാണ്. ആ യേശുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ എടുത്തു വരുന്നവർക്ക് സമാധാനം ലഭിക്കുന്നു. ഞങ്ങളതാ പറയാറുള്ളത്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ അറിവനുസരിച്ച് ഞങ്ങൾ അന്വേഷണം അനുസരിച്ച് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബത്തിൽ നിന്നും ചിലർ ഈ മാർഗ്ഗം സ്വീകരിച്ചിട്ടുണ്ട്. ഒരിക്കലും അവരാരും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടല്ല, ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല, ഇങ്ങോട്ട് വാങ്ങുന്നവർ ഞങ്ങൾ. അതുകൊണ്ട് ആ വാക്കുകൾ വളരെ തെറ്റായ വാക്കായി പോയി എന്ന് പറയുന്നതിൽ പ്രത്യേകം ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇത് രക്ഷയുടെ മാർഗം. ഞങ്ങൾ എല്ലാ മതങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്നു മരണാനന്തര ജീവിതമുണ്ട്, എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്ന് വളരെ വ്യക്തമായി വിളിച്ചറിയിക്കുന്ന പ്രസ്ഥാനമാണ്, ഒരു മതമാണ് ക്രിസ്തു മതം. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭ ബൈബിൾ പൂർണ്ണമായി അംഗീകരിക്കുകയും അത് പൂർണ്ണമായി അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഭാഗമാണ് പെന്തക്കോസ്ത് സമൂഹം. ഞങ്ങൾ ഏക രക്ഷകനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
അതാണ് ഞങ്ങളുടെ പ്രത്യാശ. മാത്രമല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടന്നു, വീര്യപ്രവൃത്തികൾ നടക്കുന്നു. അത് ഞങ്ങളുടെ ദൈവം ജീവിക്കുന്നതുകൊണ്ടാണ്. ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അല്ലാതെ ആർക്കും ഒന്നും കൊടുത്ത് ഞങ്ങൾ ഒരു സഭകളിൽ ചേർക്കാറില്ല. കേരളത്തിൽ ഒരു സഭകളിലും അങ്ങനെ ആർക്കും ഒന്നും കൊടുത്ത് പെന്തക്കോസ്തുകാർ ചേർക്കാറില്ല. പണ്ട് ചില സമുദായങ്ങളൊക്കെ പലതും കൊടുത്ത് ചെയ്തവരുണ്ട്. പക്ഷേ പെന്തക്കോസ്ത് ഇന്ന് വരെ ആർക്കും അങ്ങോട്ട് കൊടുത്തിട്ട് മേടിച്ചിട്ടില്ല. ഞങ്ങൾ കൊടുക്കുന്നത് ഒറ്റ കാര്യങ്ങളോ, രക്ഷയുടെ സുവിശേഷം. അത് അംഗീകരിച്ചവരൊക്കെ അവരും അവരുടെ കുടുംബവും രക്ഷപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളെ പരിഹസിച്ചവർ പലരും ഞങ്ങളോടൊപ്പം സുവിശേഷത്തിൽ പങ്കാളികളായി തീർന്നിട്ടുണ്ട്. ഞങ്ങളെ പരിഹസിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ സാറെ, ബഹുമാനപ്പെട്ട അങ്ങയോട് പറയാനുള്ളത്, അങ്ങും ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് ഞങ്ങളെപ്പോലെ സുവിശേഷം പ്രസംഗിക്കുവാൻ അങ്ങേ ദൈവം ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സഹപ്രവർത്തകർക്കുള്ള കാര്യങ്ങൾ പലരും സംസാരിക്കും. തുടർന്ന് CCAയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയ മാണി കുര്യാക്കോസ് പാസ്റ്റർ ചില വാക്കുകൾ പറയും. ബഹുമാനപ്പെട്ട CCAയുടെ പ്രസിഡന്റ് സജീവ് വർഗീസ്, സെക്രട്ടറി പാസ്റ്റർ ഡൊമിനിക്ക്, ട്രഷറർ ജോസഫ് പാസ്റ്റർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഇത് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുകയാണ്. ഞാൻ ഉറവയ്ക്കൽ കവലയ്ക്ക് സമീപം 500 മീറ്റർ മാറി ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. മദ്യവും മയക്കുമരുന്നും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തകർന്നു പോയ ഒരു കുടുംബത്തിലെ അംഗമാണ്. ചെറുപ്രായത്തിലെ ലഹരി ഉപയോഗിച്ച് ഉറവയ്ക്കൽ കവലയിൽ തകർന്നു കിടന്ന ഒരു വ്യക്തിയായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്നെ ഒരു സുവിശേഷകനാക്കി മാറ്റുവാനിടയായി തീർന്നത്. ഞങ്ങൾ സമ്പന്ന കുടുംബമൊന്നുമല്ല. എന്നാൽ ആരും പണം തന്നിട്ടോ പെന്തക്കോസ്തിലേക്ക് വന്നു കയറിയതുമല്ല. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ വാക്കുകൾ ഒരുപാട് ഹൃദയവേദന ഉളവാക്കിയ വാക്കായിരുന്നു. വിവിധ നാനാ മതസ്ഥരായിരിക്കുന്ന ആളുകൾ പെന്തക്കോസ്ത് വിശ്വാസ മേഖലകളിലും ഉണ്ട്. അവരൊക്കെ അവരുടേതായിരിക്കുന്ന മേഖലകൾ വിട്ട് ഇതിനകത്തേക്ക് വന്നത് സമാധാനം അന്വേഷിച്ച് വന്നവരാണ്. ആരോട് ചോദിച്ചാലും അവർ പറയും, ഞങ്ങൾ തകർന്ന പശ്ചാത്തലത്തിൽ കിടന്നിട്ട് ഞങ്ങൾക്ക് ഒരു വിധത്തിലും സമാധാനമില്ലാഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയതാണ് എന്ന് മാത്രമേ അവർക്ക് മറുപടി പറയാനായിട്ട് ഉണ്ടാകുള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞത് അനുസരിച്ച് പണം കൊടുത്ത് ആളുകളെ ഇതിനകത്ത് കയറ്റാനുള്ള പണം ഉണ്ടെങ്കിൽ, പണം കൊടുത്താൽ വരുന്നവരാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ ഇതിനകത്തോട്ട് കയറ്റിയാൽ അവർ ആ പണത്തിൻ്റെ മൂല്യത കഴിയുമ്പോൾ അവർ അവരുടേതായ വഴികളിലേക്ക് തിരിയുവാനിടയായിത്തീരും. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ ചങ്കിലെ ചോര അത് തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് കാരണമായെന്ന് വിശ്വസിച്ച് വരുന്ന ഒരാൾക്ക് മാത്രമേ ഈ വിശ്വാസത്തിൽ തുടരുവാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ക്രിസ്തുമതം അങ്ങനെ ഒരു മതം ഈ ലോകത്തിലുണ്ട്. പക്ഷേ പെന്തക്കോസ്തുകാര് മതത്തിൻ്റെ ആൾക്കാരല്ല. പെന്തക്കോസ്തുകാര് മാർഗത്തിൻ്റെ ആളുകളാണ്. ക്രിസ്തു ഒരു മാർഗമാണ്. എന്നാൽ ക്രിസ്തു മതമായി ചിത്രീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു സമൂഹം തന്നെയുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വിശ്വാസ മേഖലയിലേക്ക് വന്നിരിക്കുന്ന എൻ്റെ ചർച്ചിലേക്ക് വന്നാൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ ഉണ്ട്. അവരുടെ ജാതി ഏതാണ്, മതം ഏതാണ്, സംഘടന ഏതാണെന്നൊന്നും ചോദിക്കാറില്ല. അത് കുപ്പയിൽ കിടക്കുന്നയാളാണെങ്കിലും ഒന്നുമില്ലാത്തയാളാണെങ്കിലും അവരെയൊക്കെ കൈപിടിച്ച് നടത്തി അവരെ പ്രാപ്തരാക്കി തീർക്കുന്ന ഒരു മഹത്വകരമായ ശുശ്രൂഷയാണ് സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞ ആ വാക്കുകൾ ഞങ്ങളുടെ പെന്തക്കോസ്ത് സമൂഹത്തെ മുഴുവൻ, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ കേരളത്തിൻ്റെ മണ്ണിൽ വിശ്വാസ ജീവിതയാത്ര ചെയ്യുന്നവരുണ്ട്. അവർക്ക് മുഴുവനായി വേദന ഉളവാക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുവാനിടയായിട്ടുള്ളത്. അതുകൊണ്ട് ആ വാക്കുകൾ പിൻവലിച്ചുകൊണ്ട്, ആ വാക്കുകൾ തെറ്റായ നിലയിലാണ് സംസാരിച്ചതെന്ന് പത്രസമ്മേളനം നടത്തി അത് തിരുത്തേണ്ടത് ആവശ്യമാണ്. തിരുത്തുന്നില്ല എങ്കിൽ അത് മറ്റൊരു തലത്തിലേക്ക് അതിൻ്റെ പ്രതിഷേധം നീങ്ങപ്പെടുവാനിടയായിത്തീരും. കാരണം ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ആളുകൾ
ബലഹീനരാണെന്നും കഴിവില്ലാത്തവരാണെന്നും തിരിച്ചു തല്ലിയല എന്നുള്ളവരാണെന്നും ഒരു ചിന്ത എല്ലാവരെയും ഭരിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ അതിൻ്റെ തിക്ത അനുഭവങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്തിന്റെ മേഖലകളിൽ കരുത്തരായ, അറിവുള്ള, ശക്തന്മാരായ, പ്രതികരിക്കാൻ ശേഷിയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരുമുണ്ട്. അടി കൊടുത്തുകൊണ്ടല്ല, തിരിച്ച് മറുപടി പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ സമൂഹത്തിൽ ബോധ്യമാക്കുവാൻ അങ്ങനെയുള്ള സമൂഹത്തിൽ ആളുകളുണ്ടെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് പെന്തക്കോസ്തുകാർ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്ക് നേരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആ നിലവാരങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ എന്നല്ല ഒരു സമുദായവും ഒരു രാഷ്ട്രീയ മേഖലകളും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ലോകത്തുള്ള ജനതയോട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ തന്നെ കേരളത്തിലുള്ള എല്ലാ സാമുദായിക സംഘടനയോടും ഓർപ്പിക്കുവാനായിട്ടുള്ളത്. ഞങ്ങൾ കളക്ടറേറ്റ് പിക്കറ്റ് ചെയ്യാൻ വരാറില്ല. ഞങ്ങൾ ഒരു കൊലപാതകമോ മോഷണമോ അങ്ങനെയുള്ള നിലവാരങ്ങളിലേക്ക് പോകാറില്ല. അങ്ങനെയുള്ള നിലവാരത്തിൽ ജീവിക്കുന്നവരെ നല്ല നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. മദ്യം കഴിക്കുന്നവരെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ ബോധവൽക്കരണം നൽകി അവരെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവർക്കൊരു നല്ല ജീവിതം കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലോകത്തിലുണ്ടെങ്കിൽ അത് പെന്തക്കോസ്തുകാരാണ്. അവരെ ബഹുമാനിക്കുവാനും സ്നേഹിപ്പാനും എല്ലാ സമുദായക്കാരും തയ്യാറാകണം. ഒരു കാരണവശാലും നിങ്ങളുടെ ആരുടെയും മേഖലയിൽ വന്ന് ഞങ്ങളുടെ മേഖലയിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കുകയില്ല, വിളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ സമാധാനമില്ലാത്ത ആരെങ്കിലും വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്നത് സന്തോഷമാണെന്ന് പറഞ്ഞാൽ തല പോയാലും അവരെ ചേർത്ത് നിർത്തി അവരെ ദൈവിക സമാധാനത്തിൽ നടത്തും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും ഈ പ്രസ്താവന ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല എന്നുള്ള ഒരു പ്രതിഷേധമായി CCI എന്ന ആത്മീയ കൂട്ടായ്മ വ്യക്തമായി അതിൻ്റെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന അതിൻ്റെ ചുമതലപ്പെട്ടവർ അറിയിക്കുകയാണ്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. വാക്കുകൾ ബഹുമാനപ്പെട്ട CCയുടെ പ്രസിഡന്റ് സജി വർഗീസ് പാസ്റ്റർ, വൈസ് പ്രസിഡന്റ് കുര്യാക്കോസ് പാസ്റ്റർ, സെക്രട്ടറി വിനോദ് ബെഞ്ച് പാസ്റ്റർ, ഇവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ മീഡിയയിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. എനിക്ക് മുമ്പേ സംസാരിച്ച പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ പ്രിയ വെള്ളാപ്പള്ളി നടേശൻ സാറ് പ്രസ്താവിച്ച ആ പ്രസ്താവന വളരെ വേദനാജനകമായ ഒന്നാണ്. ആ പ്രസ്താവന മൂലം പെന്തക്കോസ്ത് സമൂഹത്തിന് ഒരു വലിയ മുറിവേറ്റിട്ടുണ്ട്, പ്രയാസമുണ്ട്. അത് ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ പറയാൻ മുമ്പേ പ്രസ്താവിച്ചതുപോലെ ഞങ്ങൾ ആരെയും പണം കൊടുത്ത് ഞങ്ങൾ വശീകരിക്കുന്നവരല്ല, ഞങ്ങൾ വശീകരിക്കത്തില്ല. അങ്ങനെ ആരെയെങ്കിലും വശീകരിച്ച് പണം കൊടുത്ത് തൃപ്തിപ്പെടുത്തി ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ പിന്നീട് പണം കിട്ടാതിരിക്കുമ്പോൾ അവർ തിരിച്ചു പോകുന്ന ഒരു പ്രവണതയുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ ആർക്കും പൈസ കൊടുത്ത് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാറില്ല. പിന്നെ എങ്ങനെയാണ് അവരൊക്കെയും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്? ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ എന്തെന്ന് മനസ്സിലാക്കി ആ രക്ഷയിൽ കൂടിയുള്ള വിടുതൽ പ്രാപിച്ച് അവർ വിശ്വാസത്തിലേക്ക്, പെന്തക്കോസ്ത് മാർഗത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് അവിടെ കടന്നു വരും. ഒരുപക്ഷെ അവർ മുമ്പേ മദ്യപാനികളായിരുന്നിരിക്കാം. ഒരുപക്ഷെ കള്ളിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് അവരുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട് അവര് ആത്മഹത്യക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കടന്നു ചെന്നപ്പോൾ അവർക്ക് മനസ്സിന് വ്യതിയാനമുണ്ടായിട്ട് അവർ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ ഞങ്ങൾ സ്വീകരിക്കും. പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ എന്തെന്ന് മനസ്സിലാക്കി യേശുവിൽ കൂടിയുള്ള രക്ഷ പ്രാപിച്ചവര് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ അവര് ഞങ്ങൾ സ്വീകരിക്കും. അവരും തല പോയാലും അവരതിൽ നിന്ന് പിന്മാറുകയില്ല. യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഒരിക്കൽ മനസ്സിലാക്കിയവര്, യേശു ക്രിസ്തുവിൽ കൂടിയുള്ളതായ അത് മനസ്സിലാക്കിയവർ ഒരിക്കലും അവർക്ക് തിരിഞ്ഞു പോകുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. അല്ലാതെ പൈസ കൊടുത്ത് ആരെയും ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക്, പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയില്ല. ദൈവത്തിന് സ്തോത്രം. അതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങൾ ഒരു വ്യക്തികളെയും ഞങ്ങൾ കൊണ്ടുവരികയില്ല. പാപികളായി, ദോഷികളായി, അവൻ സമാധാനമില്ലാതെ, അവൻ സ്വസ്ഥതയില്ലാതെ, കടഭാരം മൂലം വലഞ്ഞു നടക്കുന്ന
കിടക്കുന്നതായ ജീവിതങ്ങൾ അവർ സ്വസ്ഥതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അവരുടെ അടുത്തിരുന്ന് സുവിശേഷം പറഞ്ഞു കൊടുത്ത് യേശുവിൽ കൂടിയുള്ളതായ സ്വസ്ഥത, യേശുവിൽ കൂടിയുള്ളതായ സമാധാനം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ സമാധാനം പ്രാപിച്ച് ക്രിസ്തുവിലേക്ക് കടന്നു വരും. ഇതുവരെയും കടന്നു വന്നിട്ടുള്ളവരെല്ലാം അപ്രകാരമുള്ളവരാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് അവൻ പ്രിയ വെള്ളാപ്പള്ളി നടേശൻ സാറിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ആ പ്രസ്താവന ഒന്ന് തിരുത്തിയിട്ട് അദ്ദേഹം യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ പ്രാപിച്ച് ഒരു ദൈവൈതനായി തീരുവാൻ, സ്വർഗത്തിൽ തീരുവാൻ ആ പ്രിയപ്പെട്ട ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, അതിനായി ആഗ്രഹിക്കുന്നു. അതിനായി ആ പ്രിയപ്പെട്ടവനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്ത്യൻ കൗൺസിൽ ഇൻ ഇന്ത്യ എന്ന ആത്മീയ സംഘടന ആത്മീയ മുന്നേറ്റത്തിനും ആത്മീയ ഐക്യത്തിനും വേണ്ടി നിൽക്കുന്ന പെന്തിക്കോസ്ത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഇടയിലുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ നിലപാട് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത് SNDPയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അശ്രദ്ധയാണ്, ഒരു ആവേശത്തിൽ പറ്റിയ ഒരു തെറ്റാണ്. ഇനി അവർ മാത്രമല്ല, ഇതുപോലെ മറ്റ് ഏതെങ്കിലും സംഘടനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണം കൊടുത്ത് ആളുകളെ മാറ്റാം എന്നുള്ള വിഡ്ഢിത്തം ഇതുപോലെ വിദ്യാസമ്പന്നരായ ആളുകളുടെ മുൻപിൽ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം. ഇവിടെയുള്ള പെന്തിക്കോസ്ത് സഭകൾക്കുള്ളതിനേക്കാൾ സാമ്പത്തിക ചുറ്റുപാടുകൾ മറ്റ് സാമുദായിക സംഘടനകൾക്കെല്ലാം ഉണ്ട്. അങ്ങനെ പണം കൊടുത്താണ് ഇവരെ പെന്തിക്കോസ്തിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ നിങ്ങൾ അല്പം കൂടുതൽ പണം കൊടുത്തു നോക്കൂ, അവർ തിരിച്ചു വരും. ഒരിക്കലും അങ്ങനെയല്ല. പെന്തിക്കോസ്തുകാരെ സംബന്ധിച്ച് അവർ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കോ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കോ ലൗകികമായ സുഖങ്ങൾക്കോ വേണ്ടി ജീവിക്കുന്നവരല്ല. അവരുടെ പാപ വഴികളെ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ചാൽ യേശുക്രിസ്തു മടങ്ങി വരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനമാണ് പെന്തിക്കോസ്തുകാർ. അതുകൊണ്ട് ദയവായി ഇത്തരത്തിലുള്ള അപക്വമായ പ്രസ്താവനകൾ പെന്തിക്കോസ്തു വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടാകുന്നത് അഭിലഷണീയമല്ല എന്ന് മാത്രം ഓർപ്പിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, അഭിനന്ദിച്ചില്ലേലും നിന്ദിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.